ചൂരൽമലയിലാണ് അസ്ലം ഉള്ളതെന്ന് മനസ്സിലാക്കുകയാണ്. അസ്ലം ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? ആ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾക്കൊക്കെ പൂർണ്ണമായി എത്താൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് എത്ര ദിവസം വേണ്ടിവരും അസ്ലം ഈ തെരച്ചിലൊക്കെ പൂർത്തിയാക്കണമെങ്കിൽ? സൈഫു, നമ്മളിപ്പോൾ നിൽക്കുന്നത് വില്ലേജ് റോഡ് സ്ഥലത്താണ്. അതായത് ചൂരൽമലയ്ക്ക് സമീപമുള്ള വില്ലേജ് റോഡ് എന്ന സ്ഥലം. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പുഴ, അല്ലെങ്കിൽ ചൂരൽമല പുഴ ഒഴുകി ദിശ മാറി ഒഴുകി വന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമുക്കിതിന്റെ ദൃശ്യങ്ങൾ ഇവിടുന്ന് കൃത്യമായി കാണാം. അതായത് ഇവിടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. മരങ്ങളൊക്കെ തന്നെ, അതായത് ഇതൊന്നും ഇവിടെയുള്ള മരങ്ങളല്ല, ഉണ്ടൊക്കെ ഈ പ്രദേശത്ത് മറ്റൊക്കെ ഉരുൾപൊട്ടി ഒലിച്ചു വന്ന മരങ്ങളാണ്. ഈ മരങ്ങൾക്കൊപ്പം നിരവധി മൃതദേഹങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നലെയും 9 മൃതദേഹങ്ങളാണ് ഈ പ്രദേശത്ത് മാത്രം കണ്ടെത്തിയത്. ഇതുവരെ 50-ലധികം മൃതദേഹങ്ങൾ ഇവിടുന്ന് കണ്ടെത്തിയതാണ് രക്ഷാപ്രവർത്തകർ നമുക്ക് നൽകുന്ന സൂചന. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു നമ്മൾ നേരത്തെ കണ്ടിട്ടാവും ചൂരൽമല പാലത്തിന്റെ ഭാഗം. ആ പാലം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ദിശ മാറി ഒഴുകി വന്ന ഒരു പ്രദേശമാണ്. ശരിക്കും ചൂരൽമലയോട് ചേർത്ത പ്രദേശമാണ്. അതേസമയം ഇവിടെ എത്തിപ്പെടാൻ വേറെ വഴിയാണ്. നമ്മൾ വില്ലേജ് ഓഫീസിനോട് ചേർന്ന റോഡിലാണ് വരേണ്ടത്. ഇവിടെയാണ് ഇങ്ങനെ ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു വളവ് പോലെ വരികയും അങ്ങനെ ആ ഇടുക്കിലേക്ക് വരികയും ചെയ്തതോടുകൂടി ഒരുപാട് മരങ്ങളും അതോടൊപ്പം തന്നെ മറ്റു മൃതദേഹങ്ങളും വസ്തുക്കളെല്ലാം തന്നെ ഇവിടെ അടിയുകയാണ് ചെയ്തത്. അപ്പോൾ രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കുറച്ചുകൂടി തിരച്ചിൽ നമ്മൾ നടത്തണം. കാരണം കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ അക്കാര്യം ഇവിടെ നാട്ടുകാരും മറ്റുമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഹിറ്റാച്ചി മറ്റുമൊക്കെ ഇവിടെ ഇറക്കിയത്. അത് ഹിറ്റാച്ചിയുടെ പ്രവർത്തനം കൊണ്ട് മാത്രം ഇന്നലെ 9 മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയൊരു സ്പോട്ട്, അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട, തെരച്ചിൽ നടത്തേണ്ട ഒരു സ്ഥലമായി ഈ സ്ഥലം കൂടി മാറുകയാണ്. ഈ ഒരു സ്ഥലത്തുള്ള ആൾക്കാർ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴാണ് ഇത്ര ഒരു വിവരം കിട്ടിയത്. അതായത് ഇവിടെ ശരിക്കും നമ്മൾ കണ്ടറിയാം, സൈന്യമോ അല്ലെങ്കിൽ NDRF അത്തരം ആൾക്കാരുടെ ശ്രദ്ധ ഇവിടേക്ക് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ കൂടെ തിരിയുകയാണെങ്കിൽ കുറച്ചുകൂടി തെരച്ചിൽ കഴിയും. ഒരു പ്രദേശവാസി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെയാണോ കൂടുതൽ ഒരുപാട് മൃതദേഹം ഇവിടെ കിട്ടിയിട്ടുണ്ട്? ഇവിടെ നിന്ന് ഏകദേശം നിലത്തോടുകൂടി ഒരു 50ന്റെ മേലെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് വെള്ളം കയറിയിട്ട് ഇങ്ങോട്ട് അടിഞ്ഞു കയറി വന്ന. അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്നൊക്കെ ഓടിയിട്ട് സ്ഥലങ്ങളാണ്. ഇവിടെയുള്ള വീടുകൾക്ക് വലിയ പ്രശ്നമല്ല. അതേസമയം ഇവിടെ മുകളിൽ നിന്ന് വന്ന ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് നാശനഷ്ടമൊന്നുമില്ല. വീടുകൾക്കും വലിയ പ്രശ്നങ്ങളില്ല. വീടിനകത്ത് വെള്ളം കാണുന്നുണ്ട്, അത്രയും ആ ലെവലിലേക്ക് വെള്ളം കയറിയതാ. ഇവിടെ ആള് നാശമില്ല. വീടുകൾക്കുള്ള കേടുകളും അതിനകത്ത് വെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷെ മുണ്ടൊക്കെ ഒഴുകി വന്ന സ്കൂൾ HS റോഡിൽ നിന്ന് പൊട്ടി വന്ന മൃതദേഹങ്ങളാണ് ഇവിടെ വന്ന് കംപ്ലീറ്റ് അടിച്ചത്. അതാണ് സംഭവിച്ചത്. ഇനിയും മണ്ണുകൾ മാറ്റി നോക്കേണ്ടതുണ്ട്. ഉണ്ട്. ഇവിടെ ഈ ഭാഗത്തുനിന്ന് ഇളക്കി പരിശോധിച്ചില്ല. നമ്മളിവിടെ മേലെ കിട്ടിയ ബോഡികൾ, നമ്മളിങ്ങനെ ഓടി നടന്ന് കിട്ടിയ ബോഡികളൊക്കെ പെറുക്കി, പരമാവധി കിട്ടുന്നതൊക്കെ പെറുക്കി എടുത്തിട്ടുണ്ട്. അവിടെ സൂചിപ്പാറിന്റെ വക്ക് വരെ ഞങ്ങൾ പോയി പെറുക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തുള്ള മെഷീനറി വെച്ചിട്ടുള്ള തെരച്ചിൽ ഇനി നടക്കുള്ളൂ. ഈ മരങ്ങളും മറ്റുമൊക്കെ മാറ്റി നോക്കണം. അതെ, കുറെ മെഷീനറി വെച്ചിട്ട് ആ ഭാഗത്തൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോഴും ഇനി ഈ ഭാഗത്തും കൂടെ ഉണ്ട്. ഇവിടെ രക്ഷാപ്രവർത്തകർ ഒരു വശം നടക്കുന്നുണ്ട്. അത് നേരത്തെ ഈ നാട്ടുകാരൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ശരിക്കും ഇനിയും കൂടുതൽ ഉപകരണങ്ങൾ വന്ന് തെരച്ചിൽ നടത്തണം. കാരണം ഈ ഭാഗത്താണ് 50-ലധികം മൃതദേഹങ്ങൾ കിട്ടിയത്. നമ്മൾ മനസ്സിലാക്കാൻ 50-ലധികം മനുഷ്യരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു പ്രദേശമാണിത്. അതായത് ആ പുഴ ദിശ മാറി വന്ന് ഇവിടെ ഇടിച്ചു നിൽക്കുക. ഈ ഭാഗത്ത് ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട്, അതിനോട് ചേർന്ന് ആ പുഴ ഒഴുകി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വളവായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഒരു ദിശ മാറി വന്ന ഒരുപാട് അവിടുന്ന് ഒഴുകി വന്ന മരങ്ങളും അതോടൊപ്പം തന്നെ മനുഷ്യരും ഒക്കെ തന്നെയും അടിഞ്ഞുകൂടിയ സ്ഥലം ഇവിടെയാണ്. വില്ലേജ് ഓഫീസിനോട് ചേർന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ വില്ലേജ് റോഡ് ഇനിയും ഒരു പ്രധാനപ്പെട്ട ഇവിടെ രക്ഷാപ്രവർത്തകരുടെ ഒരു ശ്രദ്ധ എത്തേണ്ട ഒരു സ്ഥലമായി ഇത് മാറിയിട്ടുണ്ട്. കാരണം കുറച്ചുകൂടി ഇവിടുത്തെ മരങ്ങളും നമുക്കറിയാം, ആ ചൂരൽമലയിലെ വെള്ളരിമല സ്കൂളിന്റെ അവിടെ നിന്നുള്ള മരങ്ങൾ മാറ്റിയപ്പോഴാണ് അവിടെ നിന്ന് നിരവധി മൃതദേഹം കിട്ടിയത്. കാരണം ഈ ഒഴുക്കിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മരങ്ങളും മൃതദേഹങ്ങളും മറ്റു സാമഗ്രികളൊക്കെ തന്നെ ഒരുമിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾക്കിടയിൽ ഇപ്പോൾ നേരത്തെ അവർ പറഞ്ഞതുപോലെ ഇതിന്റെ പുറത്ത് നിന്ന് നോക്കിയിട്ടാണ്, അതായത് പുറത്ത് കിടന്ന 50ഓളം മൃതദേഹങ്ങളാണ് അവർ കണ്ടെത്തിയത്. നമുക്ക് എത്രത്തോളം ഭീതികരമാണ് ആ അവസ്ഥ എന്ന് നോക്കാം. ഷബീർ കൂടി ചേരുന്നുണ്ട്. ശരിക്കും ഇത് ശരിക്കും ഇവിടെ ഒരു ശ്രദ്ധ കിട്ടിയിട്ടില്ല. ഈ സ്ഥലം കാണുമ്പോൾ എന്താ ഷബീറിന് തോന്നുന്നത്? ശരിക്കും നമ്മൾ എന്തൊരു ദുരന്തം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സമാനതകൾ, അതിൽ സമാനമായ ദുരന്തം, അപകടം, പക്ഷെ ഇവിടുത്തെ ദുരന്തം കാണുമ്പോൾ അത്തരമൊരു സമാനതകളില്ലാത്ത ദുരന്തമെന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയാവും. കാരണം ഈ ഭാഗത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, എവിടെ നിന്ന് നോക്കിയോ ഒഴുകി വന്ന മൃതദേഹങ്ങൾ, 50-ലധികം മൃതദേഹങ്ങൾ ഈ ഭാഗത്തുനിന്ന് മാത്രം
ഇന്നലെ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഈ ഭാഗത്തേക്ക് തെരച്ചിൽ നടത്തിയിട്ടുമില്ല. ഇന്നലെ ഒരു 9 ആണ്, ഇതുവരെ 50. ഇതൊരു 50. അപ്പൊ ഈ ഭാഗത്തേക്ക് തെരച്ചിൽ നടത്തിയിട്ടില്ല. അപ്പൊ ഈ ഭാഗത്ത് ഇപ്പോൾ ഇത്രയും മരം അടിഞ്ഞുകൂടി കിടക്കുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം എവിടെ നിന്നൊക്കെ എന്തൊക്കെ ഒഴുകി വന്നു എന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഗ്യാസ് സിലിണ്ടർ, ഒപ്പം തന്നെ വീടിനകത്തുള്ള ഗൃഹോപകരണങ്ങൾ അടക്കം ഒഴുകി വന്ന് അടിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ വലിയ തരത്തിലുള്ള തെരച്ചിൽ ആവശ്യമാണ്. ഈ പ്രദേശവാസി പറഞ്ഞതുപോലെ ഈ ഭാഗത്ത് ഈ കഴിഞ്ഞ ദിവസം തെരച്ചിൽ കാര്യമായി നടന്നിട്ടില്ല. ആ പ്രദേശത്ത് മാത്രം തെരഞ്ഞു. ഇനി ഇവിടെ വലിയ മെഷീനറി വെച്ച് തെരയേണ്ടതുണ്ട് എന്നാണ് പ്രദേശവാസികൾ അടക്കം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാകും. കുത്തിയൊലിച്ചു വന്ന മഴവെള്ളം ഒരു പ്രദേശത്തെ ആകെ തച്ചുടച്ച് അങ്ങ് പോവുകയാണ്. ഒപ്പം തന്നെ അതോടൊപ്പം വലിയ മരങ്ങൾ, മറ്റ് ഗൃഹോപകരണങ്ങൾ, ഒരു വീട് തകർത്തടക്കമാണ് ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ ദുരന്തം എന്ന് നമുക്ക് വെറുതെ പറയുന്നതല്ല. അക്ഷരാർത്ഥത്തിൽ ഈ വലിയ ദുരന്തം, സമാനതകളില്ലാത്ത ദുരന്തം എന്ന് ഈ കാഴ്ചകൾ കാട്ടിത്തരികയാണ്. അത്രയധികം ഇത് കിടക്കുന്ന ഈ മരങ്ങളൊക്കെ തോലുരിച്ച അവസ്ഥയിലാണ് കാണുന്നത്. നമുക്കറിയാം ഈ കാട്ടിൽ നിൽക്കുന്ന മരങ്ങൾ എത്രത്തോളം ശക്തിയുള്ളതായിരിക്കും. അതിന്റെ തോലിനെ നമുക്കൊരിക്കലും ഒലിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ശക്തിയോടുകൂടിയാണ് ഈ മലവെള്ളപ്പാച്ചിൽ വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ? തീർച്ചയായും ഈ ദുരന്തത്തിൽപ്പെട്ടവരുടെ വേദന നമുക്ക് ഈ കാഴ്ച കാട്ടിത്തരുന്നുണ്ട്. മാത്രമല്ല ഈ പോത്തുകൽ ഭാഗത്തു നിന്നൊക്കെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ നമുക്ക് പറയാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വിഷമം ഈ കാഴ്ച നേരിൽ കാണുമ്പോൾ നമുക്ക് വാക്കുകൾ ഇടറിപ്പോകുന്ന തരത്തിലുള്ള അവസ്ഥ നേരിട്ട് കാണുമ്പോൾ നമുക്കത് വിവരിക്കാനാകില്ല. അത്ര വലിയ ദുരന്തമാണ് ഈ പ്രദേശത്തെയാകെ നശിപ്പിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ തുടരുകയാണ്. ഈ ഭാഗത്തേക്ക് കാര്യമായ ശ്രദ്ധ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ അവിടെ ആ ഭാഗത്താണ് തെരച്ചിൽ നടക്കുന്നത്. ടൗണിലാണ് തെരച്ചിൽ നടക്കുന്നത്. മുണ്ടക്കയിലും മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. കാര്യമായ തെരച്ചിൽ നടക്കുന്നത്. ഈ ഭാഗത്തെ കൂടി തെരച്ചിലിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. കാരണം ഇതുവരെ 50 മൃതദേഹങ്ങൾ ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ തരത്തിലുള്ള ഒരു സാധ്യത, ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത അടക്കം ഈ ഭാഗത്തുണ്ട്. ആ നിലയ്ക്ക് രക്ഷാപ്രവർത്തനം ഈ ഭാഗത്തേക്ക് കൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ ഒരു ഹിറ്റാച്ചി വന്ന് ഈ ഭാഗത്തുനിന്നുള്ള മണ്ണും മറ്റും നീക്കിയിട്ടുണ്ട്. അപ്പം തന്നെ വെള്ളം കടന്നു പോകാനുള്ള തരത്തിൽ സുഗമമാക്കിയിട്ടുണ്ട്, വഴി സുഗമമാക്കിയിട്ടുണ്ട്. അപ്പോൾ വൈകാതെ തന്നെ ഈ ഭാഗത്ത് കൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്കിപ്പോൾ അളക്കാനാകില്ല. ഓരോ നിമിഷം കഴിയുമ്പോഴും, ഓരോ മണിക്കൂർ കഴിയും തോറും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ വില്ലേജ് റോഡിൽ ഉൾപ്പെടെ കാണുന്നത്. ഈ ഭാഗത്ത് വീടുകളെല്ലാം തന്നെ ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുമ്പോൾ ഈ വീടിനോട് ചേർന്ന് പലയിടത്തു നിന്നും ഒഴിഞ്ഞു വന്ന, വില്ലേജ് ഓഫീസിനോട് ചേർന്ന് പലയിടത്തു നിന്നും ഒഴുകി വന്ന ഗ്യാസ് സിലിണ്ടർ, ഒപ്പം തന്നെ മറ്റ് ഗൃഹോപകരണങ്ങളടക്കം തകർന്നും തകരാതെയും കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ മരങ്ങൾ പൊട്ടി, അത്ര ഉറപ്പുള്ള മരങ്ങൾ പൊട്ടി ഒലിച്ച് അത് തോലുരിഞ്ഞ നിലയിലാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എത്രയധികം ശക്തിയോടെയാണ് ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുള്ളത്, ഈ ഉരുൾപൊട്ടൽ ഉള്ളത് എന്നുള്ളതിന് നേർക്കാഴ്ചയാണ് ഈ കാഴ്ച. എന്തായാലും സമാനതകളില്ലാത്ത ദുരന്തം, കേരളം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം എന്ന് തന്നെ ഈ കാഴ്ച നമുക്ക് കാട്ടിത്തരും.